പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മാവെന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിൻ്റെ 12 വാക്യം, എക്സോഡസ് ചാപ്റ്റർ 24:12. പിന്നെ യഹോവ മോശെയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്ക. ഞാൻ നിനക്ക് കൽപ്പനകളും നീ അവർ ഉപദേശിക്കണം ഞാൻ എഴുതിയ ന്യായപ്രമാണവും തരും. വളരെ അനുഗ്രഹീതമായ ഒരു വചനമാണ്. യഹോവ മോശയോട് പറയാം, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവത്തിൻ്റെ എത്ര സ്നേഹമല്ലേ ഒരു മനുഷ്യനെ അത്രമേൽ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്ന, ദൈവം കരുതുന്ന, ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ദൈവസാന്നിധ്യം പ്രാപിച്ചൊരു മനുഷ്യൻ മോശയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് പറയുകയാണ്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വാ. എൻ്റെ അടുക്കിലേക്ക് കയറി വരാൻ പറയുന്ന ഒരു വാക്ക് എത്രയോ ശ്രേഷ്ഠമാണ് പ്രിയപ്പെട്ടവരെ, എത്രയോ ശക്തമായൊരു വാക്കാണ്. കയറി വരിക, അവിടെ ഇരിക്കുക, ദൈവസാന്നിധ്യത്തിനകത്തിരിക്കാൻ മോശയോട് പറയുക. ഞാൻ എവിടെയാണ്, നീ എൻ്റെ അടുക്കിലേക്ക് കയറി വരാൻ പറയുക. ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ആ ഒരു മോശയുടെ അനുഭവം, അല്ലെങ്കിൽ മോശ എന്ന ആ പ്രവാചകനെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുകയാണ്. എന്തുകൊണ്ടെന്നാൽ പ്രിയമുള്ളവർ, നമുക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകട്ടെ. ദൈവം നമ്മോട് കർത്താവ് നമ്മോട് പറയും, കയറി വാ, എന്നോടൊപ്പം ഇരിക്കുക, കയറി വരെ എൻ്റെ സാന്നിധ്യത്തിൽ നീ വസിക്കുക എന്ന് പറഞ്ഞ് നേരിട്ട് നമ്മോട് ഇടപെടുന്ന ആ വാക്കുകൾക്കായിട്ട് ആ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ ഒരു അനുഭവത്തിനായിട്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഈ കർത്താവ് നമ്മോട് പറയുന്നു, ഇവിടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരിക. കർത്താവായിരിക്കുന്ന ഇടത്തേക്ക് നമ്മളെ വിളിച്ചിരുത്തുന്ന ഒരു ദൈവിക അനുഭവം, അത് എത്ര പേർക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്നവർ ഒരു പക്ഷേ ജോലി സ്ഥലത്തോ റൂമിലോ വീട്ടിലോ യാത്രയിലോ വാഹനം ഓടിക്കുകയോ ഒക്കെ ആയിരിക്കാം. കർത്താവ് നമ്മളെ വിളിക്കുക, കയറി വരിക. എവിടെ? ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നീ കയറി വന്ന് ഇവിടെ ഇരിക്കാൻ. അങ്ങനെ ദൈവത്തോടുകൂടെ വസിക്കാൻ തയ്യാറുള്ളവർക്കായി കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ നാം വസിച്ചാൽ നമുക്ക് എന്ത് തരും? അത് ദൈവം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വായിക്കുന്ന കൽപ്പനകളും ന്യായപ്രമാണവും ഒക്കെ ഞാൻ തരുമെന്ന്. അവൻ ദൈവത്തോടു കൂടി ഇരുന്നാൽ കർത്താവ് നമുക്ക് ചിലതൊക്കെ തരും. വിശ്വാസമുണ്ടോ? ഒന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവം നമുക്ക് ചിലതൊക്കെ തരും. കർത്താവിനോട് കൂടെ വസിച്ചാൽ ദൈവം നമുക്ക് ചിലതൊക്കെ തരും. അത് തരിക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. പിതാവേ, വചനത്തിനായിട്ട് സ്തോത്രം. കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.